ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നാനോ സെൻസേഴ്സ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വാട്ട് ഈസ് നാനോ സെൻസർ? നാനോ സെൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈക്രോസ്കോപ്പിക് സെൻസേഴ്സ് യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് ആൻഡ് മെഷറിംഗ് ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോപ്പർട്ടീസ് അറ്റ് എ നാനോ സ്കെയിൽ. ഒരു നാനോ സ്കെയിലിൽ നമ്മൾ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസോ കെമിക്കൽ പ്രോപ്പർട്ടീസുകളോ ഡിറ്റക്ട് ചെയ്യാനും മെഷർ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പിക് സെൻസേഴ്സിനെയാണ് നാനോ സെൻസർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ആ ഒരു ഡെഫിനേഷനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് എ മൈക്രോസ്കോപ്പിക് സെൻസേഴ്സ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? മെഷർ ചെയ്യാനും അതുപോലെ തന്നെ ഡിറ്റക്ട് ചെയ്യാനും ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസുകളെ മെഷർ ചെയ്യാനും നാനോ സ്കെയിലായിരിക്കും നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് ബി എന്താണെന്ന് നോക്കാം. ലാർജ് സ്കെയിൽ സെൻസേഴ്സ് ആണ്, അല്ല, അല്ലെ? ദാറ്റ് സെൻസേഴ്സ് ക്യാൻ യൂസ്ഡ് ഓൺലി വിത്ത് നാനോ ടെക്നോളജി എക്സ്പെരിമെന്റ്. നാനോ ടെക്നോളജി എക്സ്പെരിമെന്റ്സിൽ മാത്രം യൂസ് ചെയ്യുന്ന സെൻസേഴ്സിനെയാണോ നാനോ സെൻസർ? അല്ല. സെൻസേഴ്സ് ദാറ്റ് ആർ റെസിസ്റ്റന്റ് ടു എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സ്, ഇതൊന്നും അല്ല. നമുക്ക് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പൊ നോക്കൂ, നാനോ സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ടൈനി സെൻസേഴ്സ് ആണ്. അതൊരു നാനോമീറ്റർ സ്കെയിലിലാണ് നമ്മൾ അതിനെ നിർമ്മിച്ചിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് കാപ്പബിൾ ഓഫ് ഡിറ്റക്ടിങ് ആൻഡ് മെഷറിംഗ് ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, അത് വളരെ ഹൈ പ്രിസിഷനിൽ ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോപ്പർട്ടീസുകൾ മെഷർ ചെയ്യുന്ന നാനോമീറ്റർ സ്കെയിലിൽ നിർമ്മിച്ചിരിക്കുന്ന ടൈനി സെൻസേഴ്സിനെയാണ് നമ്മൾ നാനോ സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, nano sensors are tiny microscopic sensors designed to detect and measure various physical or chemical properties at the nanoscale, which is a dimension on the order of nanometers. Okay, nanometers ന്റെ ഓർഡറിലായിരിക്കും നമുക്ക് അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ മെഷർമെന്റ്സ് കിട്ടുന്നത്. These sensors are incredibly small and can interact with materials and substances at the molecular or atomic level. നമുക്ക് ആ ഒരു മോളിക്കുലർ ലെവൽ അതല്ലെങ്കിൽ ഒരു അറ്റോമിക് ലെവലിലാണ് സബ്സ്റ്റൻസുമായിട്ട് ഇന്ററാക്ട് വരുന്നത്. നമുക്ക് അതിന്റെ സൈസും സെൻസിറ്റിവിറ്റി കാരണം നാനോ സെൻസേഴ്സ് എന്ന് പറയുന്നത് വളരെ ഹൈലി എഫക്റ്റീവ് ആണ്. സച്ച് ആസ് ഏതൊക്കെ ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സിൽ വളരെ ആപ്ലിക്കബിൾ ആണ്, എൻവയോൺമെന്റൽ മോണിറ്ററിംഗിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ നാനോ ടെക്നോളജി റിസർച്ച്, അങ്ങനെ എൻ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഈ ഉള്ള നാനോ സെൻസേഴ്സ് കൊണ്ടുള്ളത്. ഓക്കെ, what advantages do nano sensors offer? നാനോ സെൻസേഴ്സ് ഓഫർ ചെയ്യുന്ന അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? എൻഹാൻസ്ഡ് സെൻസിറ്റിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി, ലാർജ് സൈസ് ഫോർ ഈസി ഹാൻഡ്ലിംഗ്, low cost compared to traditional sensors, limited applications and use cases. നമുക്ക് ഇതിൽ നിന്ന് എന്താണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, അല്ലെ? എൻഹാൻസ്ഡ് സെൻസിറ്റിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി ആണ് നാനോ സെൻസേഴ്സിനുള്ളത്. സോ ദ നാനോ സെൻസേഴ്സ് പ്രൊവൈഡ് സിഗ്നിഫിക്കന്റ് അഡ്വാൻറ്റേജസ് ഇൻക്ലൂഡിംഗ് enhanced sensitivity, similarly selectivity in detecting substances at nanoscale. നാനോസ്കെയിലിൽ സബ്സ്റ്റൻസുകളെ ഡിറ്റക്ട് ചെയ്യുന്നതിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെൻസിറ്റിവിറ്റി അതുപോലെ തന്നെ സെലക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ ഒരു സിഗ്നിഫിക്കന്റ് അഡ്വാൻറ്റേജ് ആണ് വരുന്നത്. ഓക്കെ, ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതിന്റെ ഒരു എഫിഷ്യന്റ് ഓഫ് യൂസ് ഓഫ് മെറ്റീരിയൽസുകൾ കൊണ്ട് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പറയുന്ന നാനോ സെൻസേഴ്സിന് ഒരു ബ്രോഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ ലാസ്റ്റ് ഇതിൽ നോക്കിയിരുന്നു, മെഡിക്കൽ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, എൻവയോൺമെന്റൽ ആപ്ലിക്കേഷൻസിൽ മോണിറ്ററിംഗിന് വരുന്നുണ്ട്, അങ്ങനെ എൻ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അവയുടെ സ്മോൾ സൈസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡ്ലിങ്ങും അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങും ഒക്കെ നമുക്ക് കുറച്ചൊരു ചാലഞ്ചേഴ്സ് ആണ്, വളരെ സ്മോൾ ഇൻ സൈസ് ആണ്, അല്ലെ? അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്ന അഡ്വാൻറ്റേജുകളും ഡ്രോബാക്സും വരുന്നത്. Which of the following is a category of nano sensors? നാനോ സെൻസറിന്റെ കാറ്റഗറി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? കെമിക്കൽ നാനോ സെൻസർ, ബയോളജിക്കൽ നാനോ സെൻസർ, ഫിസിക്കൽ നാനോ സെൻസർ, ഓൾ ഓഫ് ദി അബോവ്. ഈ പറയുന്ന എല്ലാം തന്നെ നാനോ സെൻസേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ഓക്കെ, ദേ ആർ കാറ്റഗറൈസിംഗ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പെസിഫിക് ആപ്ലിക്കേഷൻസ് അതല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസുകൾ. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കെമിക്കൽ, ബയോളജിക്കൽ, ഫിസിക്കൽ അങ്ങനെ എൻ നമ്പർ ഓഫ്, അതായത് ഈ പറയുന്ന ക്ലാസിഫിക്കേഷനിലേക്ക് നാനോ സെൻസേഴ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. What is an example of nano device? നാനോ ഡിവൈസിന്റെ ഒരു എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? മൈക്രോസ്കോപ്പ്, സ്മാർട്ട് ഫോൺ, നാനോ റോബോട്ട്, കോഫി മെഷീൻ. നമുക്കറിയാം നാനോ റോബോട്ട് ഇറ്റ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് നാനോ ഡിവൈസ്. ഓക്കെ, നാനോ ഡിവൈസിന്റെ ഒരു എക്സാമ്പിൾ ആണ് നാനോ റോബോട്ട് എന്ന് പറയുന്നത്. ദേ ആർ എക്സ്ട്രീംലി സ്മോൾ മെഷീൻസ് ആണ് അല്ലെങ്കിൽ സ്മോൾ റോബോട്ട്സ് ആണ്. നമുക്ക് ആ ഒരു നാനോ സ്കെയിലിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡിവൈസുകളാണ് ഈ പറയുന്ന റോബോട്ടുകളാണ് നാനോ റോബോട്ട് എന്ന് പറയുന്നത്.
അത് നാനോമീറ്റേഴ്സിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അവ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഡെലിവറിങ് ഡ്രഗ്സ് ടു സ്പെസിഫിക് സെൽ, നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന അതിന്റെ സ്പെസിഫിക് ആയിട്ട് ഒരു സെല്ലിലേക്ക് ഡ്രഗ്സുകൾ ഡെലിവർ ചെയ്യുന്നതിന്, മാനിപ്പുലേറ്റിംഗ് മോളിക്യൂൾസ് അതല്ലെങ്കിൽ പ്രിസൈസ് മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിന്, ഒരു ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്ന പ്രിസൈസ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊസീജിയറുകളൊക്കെ കണ്ടക്ട് ചെയ്യാൻ ഈ പറയുന്ന ആപ്ലിക്കേഷൻസിനൊക്കെയാണ് നമ്മൾ ഈ നാനോ റോബോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് എ കീ അഡ്വാൻസ്മെന്റ് ഇൻ നാനോ സെൻസർ ടെക്നോളജി? നാനോ സെൻസർ ടെക്നോളജിയിൽ വന്നിരിക്കുന്ന ഒരു കീ അഡ്വാൻസ്മെന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇന്റഗ്രേഷൻ വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ലാർജർ സൈസ് ഫോർ ഇംപ്രൂവ്ഡ് യൂസബിലിറ്റി, ഡിക്രീസ്ഡ് സെൻസിറ്റിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി, ഐസൊലേഷൻ ഫ്രം ദ അതർ ടെക്നോളജീസ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, ഇന്റഗ്രേഷൻ വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മുടെ നാനോ സെൻസർ ടെക്നോളജിയിൽ വന്നിരിക്കുന്ന ഒരു കീ അഡ്വാൻസ്മെന്റ് ആണ് ഇന്റഗ്രേഷൻ വിത്ത് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൗ ഡു നാനോ സെൻസേഴ്സ് ഡിറ്റക്ട് കെമിക്കൽ പ്രോപ്പർട്ടീസ്? ഒരു കെമിക്കൽ പ്രോപ്പർട്ടീസുകൾ നാനോ സെൻസേഴ്സ് എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ബൈ എമിറ്റിംഗ് ലൈറ്റ്, ബൈ മെഷറിംഗ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ബൈ ടേസ്റ്റിംഗ് ദ കെമിക്കൽ, ബൈ ജനറേറ്റിംഗ് ഹീറ്റ്. ഓപ്ഷൻ ബി ആണ് അല്ലെ, ആ ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഒരു കെമിക്കൽ പ്രോപ്പർട്ടീസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, they are detect chemical properties by measuring electrical conductivity. These sensors are designed to respond to specific chemical interactions which can result in the change in electrical conductivity. ഒരു സ്പെസിഫിക് കെമിക്കൽ ഇന്ററാക്ഷൻസിന് റെസ്പോൺസ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് അതിലുണ്ടാകുന്ന ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റികളിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ വരുന്ന ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റികളുടെ ചേഞ്ചുകളെ മോണിറ്റർ ചെയ്തിട്ട് ആ നാനോ സെൻസേഴ്സിന് അത് ഐഡന്റിഫൈ ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പർട്ടിക്കുലർ ആയിട്ട് ഏതൊക്കെ കെമിക്കൽസ് ആണ് അല്ലെങ്കിൽ എന്താണ് കെമിക്കൽ പ്രോപ്പർട്ടീസുകൾ വരുന്നത് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദീസ് is not a use of nano sensor? നാനോ സെൻസറിന്റെ യൂസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് ഒരു യൂസ് ആണ്, മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ് യൂസ് ആണ്, കോസ്മെറ്റിക് എൻഹാൻസ്മെന്റ് ദാറ്റ് ഇസ് നോട്ട് എ യൂസ് അല്ലെ, ഫുഡ് സേഫ്റ്റി ടെസ്റ്റിംഗ്. ഈ പറയുന്ന ABD എൻവയോൺമെന്റൽ മോണിറ്ററിംഗിൽ നമ്മൾ നാനോ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സിൽ നാനോ സെൻസേഴ്സ് യൂസ് ഉണ്ട്, ഫുഡ് സേഫ്റ്റി ടെസ്റ്റിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ കോസ്മെറ്റിക് എൻഹാൻസ്മെന്റിൽ ഈ പറയുന്ന നാനോ സെൻസേഴ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, കോസ്മെറ്റിക് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത് നാനോ സെൻസറിന്റെ ഒരു യൂസ് അല്ല. ഓക്കെ, നാനോ സെൻസേഴ്സ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ എംപ്ലോയ് ചെയ്തിരിക്കുന്നത് എൻവയോൺമെന്റൽ മോണിറ്ററിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ്, ഫുഡ് സേഫ്റ്റി ടെസ്റ്റിംഗ്സ്, ഇതൊക്കെ നമ്മൾ എന്തിനാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസുകൾ എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ നാനോ സ്കെയിലാണ് നമ്മൾ അത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇവ എന്ന് പറയുന്നത് നമ്മൾ കോസ്മെറ്റിക് എൻഹാൻസ്മെന്റ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നില്ല, ഡിഫറെന്റ് ടെക്നോളജീസുകൾ അല്ലെങ്കിൽ അപ്രോച്ചസുകളൊക്കെയാണ് ഇത് ഇൻവോൾവ് ആകുന്നത്. ഓക്കെ, പക്ഷെ ചിലപ്പോൾ കോസ്മെറ്റിക് സർജറിയിൽ നമ്മൾ വേണമെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ വരുന്നത്. What is the main purpose of nano sensors in medicine? മെഡിസിനിലുള്ള നാനോ സെൻസറിന്റെ മെയിൻ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഡെലിവറിംഗ് ടാർഗറ്റഡ് ഡ്രഗ് തെറാപ്പീസ്, മെഷറിംഗ് പേഷ്യന്റ് ടെമ്പറേച്ചർ, റെക്കോർഡിംഗ് പേഷ്യന്റ് ഹാർട്ട് ബീറ്റ്, അസിസ്റ്റിംഗ് ഇൻ സർജറി. അതായത് നമുക്ക് ആ ഒരു ഡ്രഗ് തെറാപ്പീസിൽ പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന സ്പേസുകളിലേക്ക് നമുക്ക് ആ ഒരു ഡ്രഗ്സുകൾ ഡെലിവർ ചെയ്യുന്നതാണ് നമ്മുടെ നാനോ സെൻസേഴ്സിന്റെ മേജർ പർപ്പസ് ഇൻ മെഡിസിൻ എന്ന് പറയാം നമുക്ക്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നോക്കൂ, അപ്പൊ നമ്മുടെ നാനോ സെൻസേഴ്സ് മെഡിസിനിൽ എന്താണ് നമുക്ക് ആ ഒരു ഡെലിവർ ടാർഗറ്റഡ് ഡ്രഗ് തെറാപ്പീസ് ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു ഡ്രഗ്സുകൾ സ്പെസിഫിക് ആയിട്ടുള്ള സെല്ലുകൾക്കോ അല്ലെങ്കിൽ ടിഷ്യൂസിലേക്കോ ഒരു ഹൈലി ടാർഗറ്റഡ് മാനറിലും മിനിമൈസിംഗ് ദ സൈഡ് എഫക്റ്റുകൾ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിലും എഫക്റ്റീവ്നെസ് കൂടുതലായിട്ടുള്ള രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ നാനോ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഡ്രഗ് റിലീസും ആക്സസ് റെസ്പോൺസ് ഓഫ് ദ പേഷ്യൻസ് ബോഡി ഇതൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ട്രീറ്റ്മെന്റിന് ആ ഒരു പേഷ്യന്റിന്റെ ബോഡി എങ്ങനെയാണോ റെസ്പോൺസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ മരുന്ന് പ്രോപ്പർ ആയിട്ട് ഡെലിവർ ആകുന്നുണ്ടോ ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്നതിന് നമുക്ക് ഈ നാനോ സെൻസേഴ്സ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഇംപ്രൂവ്ഡ് പേഷ്യന്റ് കെയറും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, which type of nanosensor is used for detecting biometric data?
ബയോമെട്രിക് ഡേറ്റകൾ ഡിറ്റക്ട് ചെയ്യുന്നതിന് ഏത് ടൈപ്പ് ഓഫ് നാനോ സെൻസർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കൂ. ഒപ്റ്റിക്കൽ സെൻസർ, മെക്കാനിക്കൽ സെൻസർ, ബയോളജിക്കൽ നാനോ സെൻസേഴ്സ്, ഇലക്ട്രോ കെമിക്കൽ നാനോ സെൻസർ. നമുക്കറിയാം ഒപ്റ്റിക്കൽ സെൻസേഴ്സ് ആണ് നമ്മുടെ ആ ഒരു ബയോമെട്രിക് ഡേറ്റ ഡിറ്റക്ട് ചെയ്യുന്നതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഒപ്റ്റിക്കൽ നാനോ സെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ നാനോ സെൻസ് ക്യാൻ മെഷർ വേരിയസ് ബയോമെട്രിക് പാരാമീറ്റേഴ്സ്. എന്തൊക്കെയാണ്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ലൈറ്റിന്റെ പ്രോപ്പർട്ടീസുകളിൽ വരുന്ന ചേഞ്ചസുകൾ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ബയോളജിക്കൽ സാമ്പിളുമായിട്ട് ഈ ലൈറ്റ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ചേഞ്ചസുകൾ എന്തൊക്കെയാണ് അതൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഒപ്റ്റിക്കൽ സെൻസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, what is a significant challenge in the development of nano sensor? നാനോ സെൻസറിന്റെ ഡെവലപ്മെന്റിൽ വരുന്ന സിഗ്നിഫിക്കന്റ് ചാലഞ്ച് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ലിമിറ്റഡ് സ്കെയിലബിലിറ്റി, എക്സസീവ് കോസ്റ്റ്, ലാക്ക് ഓഫ് സെൻസിറ്റിവിറ്റി, ഇൻസഫിഷ്യന്റ് ഡ്യൂറബിലിറ്റി. ഹിയർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ലിമിറ്റഡ് സ്കെയിലബിലിറ്റി ആണ് നമുക്ക് ആ ഒരു നാനോ സെൻസറിന്റെ ഡെവലപ്മെന്റിൽ വരുന്ന ഒരു സിഗ്നിഫിക്കന്റ് ചാലഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഒരു ലിമിറ്റഡ് സ്കെയിലബിലിറ്റി ആണ് നമ്മുടെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ചാലഞ്ചിങ് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, നാനോ സെൻസേഴ്സ് നമുക്ക് എക്സെപ്ഷണൽ സെൻസിറ്റിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രിസിഷൻസ് ഒക്കെ നമുക്ക് നാനോ സ്കെയിലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും സ്കെയിലിംഗ് അപ്പ് ദയർ പ്രൊഡക്ഷൻ ഫോർ ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷൻസിലേക്ക് ആ ഒരു സ്കെയിലിംഗ് അപ്പ് ദയർ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഒരു ചാലഞ്ചിങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നാനോ സെൻസർ എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.